കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള മുൻ സ്കൂൾ ബോർഡ് ട്രസ്റ്റി ബാരി ന്യൂഫെൽഡിന് ഏകദേശം $1 മില്യൺ 8.3 കോടി രൂപ പിഴ ചുമത്തി. പുരുഷൻ, സ്ത്രീ എന്നിങ്ങനെ 2 ലിംഗവിഭാഗങ്ങൾ മാത്രമേയുള്ളൂ എന്ന തന്റെ വിശ്വാസം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതാണ് ഈ നടപടിക്ക് കാരണമായത്. ബ്രിട്ടീഷ് കൊളംബിയ ഹ്യൂമൻ റൈറ്റ്സ് ട്രിബ്യൂണൽ $7,50,000 പിഴയാണ് പ്രധാനമായും വിധിച്ചത്. ഇതുകൂടാതെ മറ്റു ചില ചിലവുകളും അദ്ദേഹം നൽകേണ്ടതുണ്ട്. സ്കൂളുകളിലെ ലൈംഗിക ആഭിമുഖ്യത്തെയും ലിംഗവ്യക്തിത്വത്തെയും SOGI കുറിച്ചുള്ള വിദ്യാഭ്യാസ പരിപാടികൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കൊച്ചുകുട്ടികളെ ലിംഗമാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത് ശരിയല്ലെന്നും ജീവശാസ്ത്രപരമായി 2 ലിംഗങ്ങൾ മാത്രമേയുള്ളൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സ്കൂൾ ഡിസ്ട്രിക്റ്റിലെ LGBT വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും മുറിവേൽപ്പിച്ചുവെന്ന് ട്രിബ്യൂണൽ വിലയിരുത്തി. ഈ പിഴത്തുക ബാധിക്കപ്പെട്ട ജീവനക്കാർക്ക് നഷ്ടപരിഹാരമായി നൽകാനാണ് തീരുമാനം. ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കുന്നുവെന്നും ലിംഗമാറ്റ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കുട്ടികളോടുള്ള ക്രൂരതയാണെന്നും ബാരി ന്യൂഫെൽഡ് പറഞ്ഞു. നിലവിൽ ഈ വിധിക്കെതിരെ അദ്ദേഹം അപ്പീൽ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനായി വിവിധ സംഘടനകൾ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്.